തൃശൂരിൽ വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണ കേന്ദ്രത്തിൽ പൊട്ടിത്തെറി. മുണ്ടത്തിക്കോടുള്ള നിർമ്മാണശാലയിലാണ് സ്ഫോടനം. തൊഴിലാളികൾക്ക് പൊള്ളലേറ്റു. എന്തായാലും തൃശൂരിൽ നിന്നാണ് വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണ കേന്ദ്രത്തിലാണ് പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. മുണ്ടത്തിക്കോടുള്ള നിർമ്മാണശാലയിലാണ് ഇത്തരത്തിൽ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഈ നിർമ്മാണശാലയിൽ ഉണ്ടായിരുന്ന തൊഴിലാളികൾക്കടക്കം പൊള്ളലേറ്റു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഈ വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണ കേന്ദ്രമാണ്, അവിടെയാണ് ഇത്തരത്തിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. എന്താണ് ഇത്തരത്തിൽ ഒരു അപകടത്തിലേക്ക് നയിച്ചത് അല്ലെങ്കിൽ ഇടയാക്കിയ സാഹചര്യം എന്താണ് എന്നതിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും മുണ്ടത്തിക്കോടുള്ള നിർമ്മാണശാലയിലാണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടാകുന്നത്. തൊഴിലാളികൾക്കടക്കം പൊള്ളലേറ്റു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും തൃശ്ശൂരിലാണ് വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണ കേന്ദ്രങ്ങളിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. മുണ്ടത്തിക്കോടുള്ള നിർമ്മാണശാലയിലാണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടാകുന്നത്. തൊഴിലാളികൾക്കടക്കം പരിക്കേറ്റ സാഹചര്യമാണ് നിലവിലുള്ളത്. മുണ്ടത്തിക്കോടുള്ള നിർമ്മാണശാലയിലാണ് ഇത്തരത്തിൽ വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണ കേന്ദ്രത്തിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. തൊഴിലാളികൾക്കടക്കം പരിക്കേറ്റ സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഈ ഒരു പൊട്ടിത്തെറിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കേന്ദ്രത്തിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. പൂരത്തിനുള്ള വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന സ്ഥലം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും തൊഴിലാളികൾക്കടക്കം പൊള്ളലേറ്റ സാഹചര്യമാണ് നിലവിലുള്ളത്. വെടിക്കെട്ട് പുരയിലാണ് ഇത്തരത്തിൽ സ്ഫോടനം ഉണ്ടാകുന്നത്. വെടിക്കെട്ട് നിർമ്മാണ കേന്ദ്രം തൃശ്ശൂരിലുള്ള വെടിക്കെട്ട് നിർമ്മാണ കേന്ദ്രമാണ്. നിരവധി തൊഴിലാളികളടക്കം ആ സംഭവ സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ തൊഴിലാളികൾക്കടക്കം പൊള്ളലേക്കുന്ന സാഹചര്യം. തൊഴിലാളികളുടെ പൊള്ളൽ എത്രത്തോളം ഉള്ളതാണ് എന്ന കാര്യത്തിലടക്കം വ്യക്തത വരേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. എന്തായാലും തൃശ്ശൂരിൽ ഇത്തരത്തിൽ വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണ കേന്ദ്രത്തിലാണ് പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടടക്കം വരാനിരിക്കെയാണ് ഇത്തരത്തിലൊരു അപകടം എന്തായാലും ഉണ്ടാകുന്നത്. മുണ്ടത്തിക്കോടാണ് ഇത്തരത്തിൽ ഈ ഒരു നിർമ്മാണശാല ഉണ്ടായിരിക്കുന്നത്. നിർമ്മാണശാലയിലാണ് ഇപ്പോൾ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. എത്രത്തോളം തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തമായ കണക്ക് പുറത്തേക്ക് വന്നിട്ടില്ല. എന്തായാലും നിരവധി തൊഴിലാളികൾക്ക് പൊള്ളലേറ്റു എന്നൊരു വിവരം മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. എന്തായാലും തൃശ്ശൂരിലാണ് ഇത്തരത്തിൽ വെടിക്കെട്ട് നിർമ്മാണ സാമഗ്രികളുടെ കേന്ദ്രത്തിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. എന്തായാലും തൃശൂർ പൂരത്തിന്റെ ഭാഗമായി തന്നെ തിരുവമ്പാടിക്ക് വേണ്ടിയുള്ള വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന സ്ഥലത്താണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു അപകട വാർത്ത തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. തൃശ്ശൂരിലാണ് വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണ കേന്ദ്രത്തിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. തൊഴിലാളികൾക്കടക്കം പൊള്ളലേറ്റ സാഹചര്യമാണ് നിലവിലുള്ളത്. തൃശ്ശൂർ പൂരത്തിന്റെ ഒരുക്കത്തിനിടെ അല്ലെങ്കിൽ തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ടിനുള്ള സ്ഫോടന സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന കേന്ദ്രമാണ് ഇത്. ഈ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന 20 തൊഴിലാളികളാണ് ഈ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ പലർക്കും പൊള്ളലേറ്റു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. രക്ഷാപ്രവർത്തനം അടക്കം പുരോഗമിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട തിരുവമ്പാടി ദേവസ്വത്തിന്റെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട സ്ഫോടന സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് ഈ മുണ്ടത്തിക്കോടുള്ള നിർമ്മാണശാല. ആ ശാലയിൽ 20ഓളം തൊഴിലാളികളാണ് ഈ സമയത്ത് ജോലിയിൽ ഉണ്ടായിരുന്നത്. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പെട്ടെന്നൊരു സ്ഫോടനം ഉണ്ടാകുന്നു. എന്താണ് ആ സ്ഫോടനത്തിനിടയാക്കിയ സാഹചര്യം എന്നത് വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാകും. എന്തായാലും ഇപ്പോൾ നിരവധി തൊഴിലാളികൾക്ക് പൊള്ളലേറ്റു എന്നാണ് ലഭിക്കുന്ന വിവരം. സംഭവവുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനം നിലവിൽ പുരോഗമിക്കുന്ന സാഹചര്യമാണുള്ളത്.
എന്തായാലും തൃശ്ശൂരിലുണ്ടായ വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണ കേന്ദ്രത്തിലുണ്ടായ പൊട്ടിത്തെറിയിൽ നിലവിലുണ്ടായിരുന്ന തൊഴിലാളികൾക്കടക്കം പൊള്ളലേറ്റ സാഹചര്യം. അനീഷ് ആന്റണി ഉണ്ട് വിവരങ്ങളുമായി. അനീഷ്, എപ്പോഴാണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടാകുന്നത്? നിരവധി തൊഴിലാളികൾക്കടക്കം പൊള്ളലേറ്റ സാഹചര്യം. എന്താണ് നിലവിലെ സാഹചര്യം? കാർത്തു, അല്പം മുമ്പാണ് ഇത്തരത്തിൽ തിരുവമ്പാടിയുടെ വെടിക്കെട്ടുപുര, തൃശൂർ അത്താണിയിലുള്ള മുണ്ടത്തിക്കോട് പഞ്ചായത്തിലുള്ള വെടിക്കെട്ടുപുരയിൽ ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായത്. വെടിക്കെട്ട് സാമഗ്രികൾ തയ്യാറാക്കുന്ന തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിന് വേണ്ടി സാമഗ്രികൾ തയ്യാറാക്കുന്ന വെടിക്കെട്ടുപുരയിലാണ് ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടായത്. വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയാണെന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. അതിൽ എത്ര പേർക്ക് പരിക്കുണ്ട് എന്നുള്ള കാര്യങ്ങൾക്കൊന്നും ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും പോലീസ് ഉൾപ്പെടെ ഫയർഫോഴ്സ് ഉൾപ്പെടെ അവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് തൊഴിലാളികൾക്ക് പൊള്ളലേറ്റിട്ടുണ്ടെന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. അവരെ ഫയർഫോഴ്സ്, മെഡിക്കൽ കോളേജ്, പോലീസൊക്കെ ഇടപെട്ട് ആംബുലൻസ് എത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപകടത്തിന്റെ വ്യാപ്തി ഇപ്പോഴും എത്ര കണ്ട് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയിൽ നമ്മൾ ഈ വിവരവുമായി ബന്ധപ്പെട്ട് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിയുമായി ഫോണിൽ ബന്ധപ്പെടുകയുണ്ടായി. പക്ഷെ അദ്ദേഹത്തിനും കാര്യമായ വിവരങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം ഇപ്പോൾ അല്പസമയം മുമ്പ് ഉണ്ടായതായ അദ്ദേഹവും ഈ സ്ഥലത്തേക്ക് തിരിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടായത്, എന്തുകൊണ്ടാണ് പൊട്ടിത്തെറിക്കുണ്ടായ കാരണം എന്നുള്ള കാര്യം കൂടി അത്തരത്തിലൊരു കാര്യത്തിലൊന്നും വ്യക്തതയില്ലെങ്കിൽ കൂടി പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയാണ്. ആ ഭാഗത്ത് മുഴുവൻ ആകെ പുകപടലമാണ്. ആ ദൃശ്യങ്ങളിൽ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം ഉൾപ്പെടെ കേൾക്കാം. അതിന്റെ അപകടം എത്ര കണ്ട് വ്യാപ്തി കൊണ്ട് ആർക്കെങ്കിലും കാര്യമായി പരിക്കേറ്റിട്ടുണ്ടോ തൊഴിലാളികൾക്ക് എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അല്പസമയത്തിനകം ലഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാർത്തു, അതുപോലെ തന്നെ ഈ ഒരു പൂരം അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് പണികൾ തീർക്കേണ്ട ആവശ്യമുണ്ട്. അതിനാൽ തന്നെ നിരവധി തൊഴിലാളികൾ ആ ഒരു പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? 20ഓളം തൊഴിലാളികൾ ഉണ്ടെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരം. തീർച്ചയായും തൊഴിലാളികൾ ആവശ്യത്തിലധികം ഉണ്ട്. കാരണം പൂരം അടുത്തിരിക്കുകയാണ്. ചുരുങ്ങിയത് 5 ദിവസമേ ഇനി പൂരത്തിനുള്ളൂ. പൂരത്തിന്റെ പ്രധാന സാമ്പിൾ വെടിക്കെട്ട് ഉൾപ്പെടെ ഇനി വരാനുണ്ട്. സാമ്പിൾ ഉണ്ട്, പൂരത്തിന്റെ പ്രധാന വെടിക്കെട്ടുണ്ട്. അതിലെയൊക്കെ വെടിക്കെട്ട് സാമഗ്രികൾ അതീവ ദ്രുതഗതിയിൽ തന്നെ അവിടെ നിർമ്മാണം പുരോഗമിക്കുകയും നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ രാവിലെ അവിടെ പോയി ദൃശ്യങ്ങളൊക്കെ പകർത്തിയിരുന്നു. വെടിക്കെട്ടിന്റെ വാർത്ത ഉൾപ്പെടെ സ്റ്റോറി ഉൾപ്പെടെ നൽകാനായി. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ അല്പം മുൻപ് ഇത്തരത്തിൽ അവിടെ സ്ഫോടനം ഉണ്ടായെന്നുള്ള ഒരു വിവരം ലഭിക്കുന്നത്. എന്തായാലും നിരവധി വെടിക്കെട്ട് സാമഗ്രികൾ അവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പണിക്കാരും ജീവനക്കാരും അത്തരത്തിൽ ഈ കാർത്തു സൂചിപ്പിച്ച പോലെ 20ഓളം അല്ലെങ്കിൽ 20ലധികം പേര്, എത്ര പേര് കൃത്യമായി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല. എന്തായാലും പണിക്കാരും ഉണ്ട്. വലിയ രീതിയിൽ ദ്രുതഗതിയിലാണ് അവിടെ നിർമ്മാണ പ്രവർത്തനമൊക്കെ പുരോഗമിക്കുന്നത്. എന്തായാലും എത്ര പേർക്ക് ഇതിൽ കാര്യപ്പെട്ട പരിക്കുണ്ട്, ആർക്കൊക്കെ പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഇനി വരാൻ സമയമെടുക്കും. അല്പസമയത്തിനകം അതുമായി ബന്ധപ്പെട്ട വിവരം ലഭിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. നമ്മൾ ഉൾപ്പെടെ മാധ്യമങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്ന് അല്പം ദൂരമുണ്ട് അങ്ങോട്ട്. അതുകൊണ്ട് തന്നെ മാർഗമധ്യയാണ് ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഉള്ളത്. ഞാൻ വാഹനത്തിലാണ് ഇപ്പോൾ ഈ വിവരങ്ങളെല്ലാം, അറിഞ്ഞ വിവരങ്ങളെല്ലാം നമ്മൾ പങ്കുവയ്ക്കുന്നത്. എന്തായാലും പോലീസും മെഡിക്കൽ കോളേജ് പോലീസ്, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള അത്യാഹിതമായി ഇടപെടേണ്ട ആളുകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. പരിക്കേറ്റവരെയൊക്കെ മാറ്റിയിട്ടുണ്ടെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കർത്തു അനീഷ്, അതുപോലെ തന്നെ ഇപ്പോൾ ആ ഒരു